ഇപ്പം ഇവിടുത്തെ മാന്നാറിലായാലും മാലിന്യത്തിനകത്ത് കക്കൂസിൻ്റെ 2 ടാങ്ക് നിറഞ്ഞു കിടക്കുന്നതാണ്. നിറഞ്ഞു കിടന്ന് ഞങ്ങളത് സാധാരണ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. ഞാനൊരു 10,000 കക്കൂസ് വരെ ഞാൻ കോരിയിട്ടുണ്ട്. ആദ്യമായിട്ട് കാണുന്നതാണ് ഈ വീടിൻ്റെ വേസ്റ്റ്, വീട് പൊളിച്ചതിൻ്റെ വേസ്റ്റ് 1.5 അടിയോളം ഈ താഴ്ചയിൽ ഈ റിങ്ങിൻ്റെ മേളിലിടുന്നത് ആദ്യമായിട്ട് ഞാൻ കാണുകയാണ്. സാധാരണ മണ്ണിടും, ഇല്ലെങ്കിൽ അവിടെ മേളിൽ എന്തെങ്കിലും അത് ചെയ്യാറില്ല. അതിൻ്റെ അവിടുത്തെ മണ്ണെന്ന് പറഞ്ഞാൽ പഞ്ചസാര മണ്ണിലാണ്. ഒരു കാരണവശാലും ഈ വേസ്റ്റ് അതിൻ്റെ മണ്ടയ്ക്കിടാൻ്റെ കാര്യമില്ല. എന്നിട്ട് തപ്പി ചെന്നാൽ ടാങ്കുണ്ട്, 2 ടാങ്ക് വിളിച്ചപ്പം ഞങ്ങൾ മണ്ണ് വെട്ടിയിട്ടൊന്നും നീങ്ങുന്നില്ല. അതുകൊണ്ട് JCB വിളിച്ച് ചെങ്ങന്നൂർ DSP JCBക്ക് വിളിച്ച് പറയുക, അത് വരികയും അതുകൊണ്ട് മാന്തി വെച്ച് പിന്നെ ഒരു മൂടി ഞാൻ പൊക്കി, അല്ലാത്ത മൂടി JCB കൊണ്ട് മാറ്റി. അത് നോക്കിയപ്പോൾ ഞാൻ DSP പറഞ്ഞു, സാറേ ഇതിനകത്ത് എന്തൊക്കെയോ ഉണ്ട്, പക്ഷേ എന്തുവാന്നുള്ളത് കാരണം ഇതിൻ്റെ പൊങ്ങി നിന്നപ്പോഴേ ഞാൻ പറഞ്ഞു ഒരു എന്തോ കെമിക്കലൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഈ ഒരു സാധനം പൊടിഞ്ഞിരിക്കുന്ന കാണുമ്പോൾ നമുക്കറിയാം. ആ കാരണം പറഞ്ഞിട്ട് സാർ പറഞ്ഞു എങ്ങനെയാണെന്ന് ചോദിച്ചു. എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, സാറേ ഞാൻ എൻ്റെ ഒരു യുക്തിക്ക് ചെയ്തോളാമെന്ന്. ഒരു ഹിന്ദിക്കാരൻ പയ്യനുണ്ടായിരുന്നു. പിന്നെ അവനെ കൊണ്ട് കോരിക്കാൻ പറ്റില്ലത്. എനിക്കിത് ഓരോന്നും അരിച്ച് നോക്കിയേ ഒരു ബക്കറ്റിനകത്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഉദ്യോഗസ്ഥർ പല അഭിപ്രായം പറഞ്ഞ അഭിപ്രായത്തിനൊന്നും ഞാൻ ചോദിച്ചില്ല. ചോദിക്കാതെ കൈ കിട്ടിയതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചേട്ടനത് കണ്ടു കിട്ടിയതിൽ പല അഭിപ്രായം വന്നു. ക്ലിപ്പ് കിട്ടി, പറയാം. അതിനകത്ത് മോതിരമല്ല, ഒരു ക്ലിപ്പ്, ഒരു ലോക്കറ്റ് എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് അതിനകത്ത് കിടന്നതാണ്. അത് കരി പോലെ കറുത്താണ്. സ്വർണ്ണമാണോ പിച്ചളയാണോ എന്ന് ചോദിച്ചാൽ ഒന്നും എനിക്കറിയില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു ഷഡ്ഡിയുടെ ഇലാസ്റ്റിക്, അത് വർഷങ്ങൾ പഴക്കമുള്ള ഷഡ്ഡിയുടെയാണ്. അതായത് അത് ഞാൻ ഈ പോയ അനുഭവം ഒത്തിരി പഴയത് ഞാൻ കിണറ്റിനകത്തൊന്നും അല്ലാതെ അസ്ഥി കൂടെ എടുത്തിട്ടുണ്ട്. ആ ഷഡ്ഡിയുടെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ചോദിനറിയാം. അത് ആ 3 ഐറ്റമാണ് മെയിനായിട്ടുള്ളത്. പിന്നെ കുറേ എല്ല് പോലെ തോന്നിക്കുന്നത്, എല്ലും അങ്ങനെ മറ്റുള്ള പാർട്സ് പോലെ തോന്നിക്കുന്നത് കുറച്ച് സാധനം കിട്ടുന്നത്. അതിപ്പം നമുക്ക് പറയാൻ പറ്റില്ല, ഇതാണെന്ന് എനിക്ക് തീർത്ത് പറയാൻ പറ്റത്തില്ല. അത് ഫോറൻസിക്കിൻ്റെ കണ്ടു കിട്ടിയത് ഇപ്പോൾ ചേട്ടൻ്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്ത തലയോട്ടിയുടെ ആയിരിക്കുമോ, അതൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയത്തില്ല. കാരണം അത് കിട്ടിയതിൽ എന്തെങ്കിലും കാണും, കാണാതിരിക്കാൻ വഴിയില്ല. കാരണം വെച്ചാൽ എൻ്റെ ഒരു ഇതിൽ അതിനകത്തുണ്ടെന്നുള്ളതാണ്. തീർച്ചയായിട്ടും വലിയ മുറിവെന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ടാങ്കിനകത്തൊരു വെള്ളം വന്നപ്പോഴേ എനിക്ക് ഡൗട്ട് വന്നത്, കണ്ടവന് കെമിക്കൽ എന്നെങ്കിലും അങ്ങനെ ഒരു കളറിൽ വെള്ളം വരത്തുള്ളൂ. ഈ കെമിക്കലിട്ട് ഇതിനകത്ത് ഞാൻ ഇറങ്ങി കോരിയിട്ടുള്ളവനാണ്. ഈ ഔട്ടർ തള്ളി വന്നപ്പോൾ അത് വീണ്ടും സംശയത്തിനിടയായി. അന്നേരം ഈ സ്ലാവ് ഇട്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ മറ്റേ സ്ലാവ് എടുക്കാനൊക്കത്തുള്ളൂ. സാധാരണ ഒരു കക്കൂസിൻ്റെ ടാങ്കിൻ്റെ മണ്ടയ്ക്ക് ഒരിക്കലും സിമെൻ്റ് ഇട്ട് കെട്ടി പിന്നെ കാർപോർച്ച് ഇറക്കത്തൊന്നുമില്ല. കാരണം അത് ഒഴിച്ചേ ചെയ്യത്തുള്ളൂ. കാരണം ഇതിപ്പോൾ അത് തുറക്കേണ്ട ആവശ്യം ഇനി വരുന്നില്ലെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് അത് ചെയ്തേക്കുന്നത്. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷേ അതെന്നാലും ഞാൻ പൊളിച്ചെടുക്കും. എന്ത് വന്നാലും ഞാൻ പൊളിച്ചെടുത്ത് മാറ്റിയിട്ട് കൃത്യമായ രീതിയിൽ ഇതിനകത്ത് രാസപദാർത്ഥം കണ്ടമാനം ചേർത്തിട്ടുണ്ട്. അതെ, കണ്ടമാനം ഇത്. കാരണം അടിയിൽ കിടക്കുന്ന മണലെന്ന് പറഞ്ഞാൽ ഈ റിങ് വരെ പൊടിഞ്ഞ് മണൽ വന്നിട്ടുണ്ട്. കാരണം അതുപോലെ ഇത് ചെല്ലുന്നെങ്കിൽ മാത്രമേ ഇതിനകത്ത് മണ്ണ് വരത്തുള്ളൂ.